പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ട് ഒരു പക്കാവടയാണ്. ഇതിന് ഞാനൊരു 1/2 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറുതാക്കി ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ വെള്ളത്തിനകത്തേക്ക് ഇടാം. കോളിഫ്ലവർ എല്ലാം ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഇടാം. ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇടാം. ഇതിനകത്ത് വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുന്നത്. നമുക്കിനി 2 മിനിറ്റ് ഒന്ന് ഈ വെള്ളത്തിനകത്ത് കിടന്നൊന്ന് ചൂടായിട്ട് 2 മിനിറ്റായി നമുക്കിത് അരിപ്പയ്ക്കകത്തേക്ക് കോരി വെക്കാം. ഇനി ഞാനൊരു ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കോൺഫ്ലവർ, 1/4 കപ്പ് വറുത്ത അരിപ്പൊടി, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി, പാകത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കാം. ഒരു തണ്ട് മല്ലിയിലയും കൂടെ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. അത് ഓപ്ഷനാണ്. മല്ലിയില ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഇതേ കൺസിസ്റ്റൻസിയിൽ കുഴച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് ഉണ്ടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തേക്ക് ഇടാം. ഫ്ലെയിം ഒരു മീഡിയം ആക്കിയിട്ടിട്ടാൽ മതി. കോളിഫ്ലവർ ഒക്കെ നന്നായി ചുമന്നിട്ടുണ്ട്, ക്രിസ്പും ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നല്ല രുചികരമായ കോളിഫ്ലവറിന്റെ പക്കവട റെഡിയായി. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.